അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിഖ്ഹുൽ മുസ്ലിമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുള്ള കർമ്മശാസ്ത്ര കാര്യങ്ങളാണ്. ഉസ്താദെ, സാധാരണ നമ്മളെ നാട്ടിലൊക്കെ നടക്കാറുള്ള വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത മാസങ്ങളിൽ തന്നെ അത് വീതം വെക്കുക എന്നുള്ളത് വളരെ എന്തോ ഒരു പ്രയാസമുള്ള കാര്യമായിട്ടാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ മോശം പരിപാടിയായിട്ട് അതെ, അങ്ങനെയാണ് സാധാരണ പറയാ. അവർ മരണപ്പെട്ട ഉടനെ തന്നെ അവർ സ്വത്തിലേക്കാണ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം പ്രയാസമുണ്ട് നാട്ടിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ അനന്തരാവകാശ സ്വത്ത് വീതം വെക്കേണ്ടത് എപ്പോഴാണ്? ഈ അജ്ഞത നേരത്തെ പറഞ്ഞതുപോലെ വിവരമില്ലായ്മയാണ് പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണത. നമുക്കെല്ലാവർക്കും ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ മനുഷ്യൻ സമ്പത്തിൻ്റെ ഉടമ താൽക്കാലികം മാത്രമാണ്. അൽ മാലു മാലുല്ലാഹി വൽ ഇൻസാനു മുസ്തഖലഫുൻ ഫീഹി. സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്, മനുഷ്യൻ അത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവനാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി നഷ്ടപ്പെടുന്നതോടുകൂടി സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമയിലേക്ക് സമ്പത്ത് തിരിച്ചു പോകും, ഉടമസ്ഥതയിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ആഫിയത്തോടു കൂടി ഇരിക്കുമ്പോൾ എൻ്റെ സമ്പത്ത് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാനാണത് കൈകാര്യം ചെയ്യുക. ഞാൻ മരിച്ചു, പിന്നെ അതിന് സമ്പത്ത് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഓണർ, അടിയാധാരം എന്ന് പറയും. യഥാർത്ഥ ഓണർ ആരാണ്? അള്ളാഹു ആണ്. ഞാൻ ഈ ദുനിയാവിലേക്ക് വരുമ്പോൾ ഒരു സമ്പത്തും കൊടുത്തിട്ടില്ലല്ലോ, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. എനിക്ക് തൽക്കാലം അള്ളാഹു നൽകിയതാണ്. ഞാൻ മരിക്കുന്നതോടുകൂടി പിന്നെ അള്ളാഹുവിൻ്റെതായി മാറി. പിന്നെ അത് ആരുടേതാണെന്ന് അള്ളാഹു ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വീതിച്ചാലും ശരി, നമ്മൾ വീതിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി. ഉദാഹരണം പറയാം, ഞാനിപ്പോൾ മരിച്ചാൽ എൻ്റെ സ്വത്തിൻ്റെ 8/1 എൻ്റെ ഭാര്യയുടേതായി കഴിഞ്ഞു. ഞാൻ മരിക്കണോടുകൂടി അവളുടേതായി കഴിഞ്ഞു. എനിക്ക് 8 തെങ്ങുണ്ടെന്ന് വിചാരിക്കുക. ആകെ 8 തെങ്ങേ ഉള്ളൂ എനിക്ക്. അതിൽ ഒരു തെങ്ങ് എൻ്റെ ഭാര്യയുടേതായി മാറി. എൻ്റെ മക്കളൊക്കെ കൊടുത്തില്ലാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ബന്ധുക്കൾ സമ്മതിച്ചില്ലാന്ന് വിചാരിക്കുക. അതിനർത്ഥം അവളുടെ ധനം അവൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇവർ തടഞ്ഞു എന്നാണ്. ഈ ബോധം പലർക്കും ഇല്ല. അതുകൊണ്ട് മഹാന്മാർ ജീവിച്ചിരുന്ന കാലത്തൊരു മഹാൻ്റെ ഭാര്യ ചപ്പാത്തിക്ക് പൊടി കുഴച്ചുകൊണ്ടിരിക്കെ ഭർത്താവ് മരിച്ചു എന്ന വിവരം വന്നു. ഉടനെ ആ കൊഴിച്ചുകൊണ്ടിരിക്കുന്ന പൊടി മാവ് ആ സ്ത്രീ അങ്ങോട്ട് മാറ്റി വെച്ചെന്നാ അവർ പറഞ്ഞത്രേ. ഇതുവരെ എനിക്ക് ഭർത്താവിൻ്റേത് ആയതുകൊണ്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടത്തോടെ ചെയ്യാനുള്ള അനുവാദം ഭർത്താവിൻ്റേതായതുകൊണ്ട് ഉണ്ടായിരുന്നു. ഇനി ഇതിൽ എനിക്ക് 8/1 മാത്രമേ ആ അവകാശമുള്ളൂ. ഇതിന് അവകാശികൾ മറ്റുള്ളവരുമായി. സൂക്ഷ്മതയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, ഒരു കേസുമായിട്ട് വന്നു. ആ കേസുമായിട്ട് വന്നപ്പോൾ ഉപ്പാൻ്റെ സ്വത്ത് കോടികൾ ഉള്ള സ്വത്താണ്. വാപ്പ മരിച്ച് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉമ്മ മരിച്ചു, എന്നിട്ട് സ്വത്ത് വീതം വെച്ചിട്ടില്ല. ഈ ഉമ്മക്ക് ഇവർ ഒരു നയാ പൈസ കൊടുത്തിട്ടുമില്ല. 8 അല്ലെങ്കിൽ 80 ലക്ഷത്തിൻ്റെ സ്വത്ത് വാപ്പാക്ക് ഉണ്ടായിരുന്നെങ്കിൽ 10 ലക്ഷം ഈ ഉമ്മാക്കുണ്ടായിരുന്നു. ഈ ഉമ്മാക്കൊരു ഹജ്ജ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകുമെങ്കിൽ പോകാനുള്ള പൈസ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഉംറ ചെയ്യാമായിരുന്നു, അതിന് സദക്ക ചെയ്യാമായിരുന്നു, അതിൻ്റെ സ്വന്തമായ പല ആവശ്യങ്ങൾക്കും ആ പൈസ ഉണ്ടായിരുന്നു. അതിലൊരു നയാ പൈസ അനുഭവിക്കാതെ ഉമ്മ മരണപ്പെട്ടു. ഞാൻ അവരോട് പറഞ്ഞു, ഇതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾക്കാണ്. അള്ളാൻ്റെ മുമ്പിൽ ഈ ഉമ്മാക്ക് കൊടുക്കാതെ സ്വത്ത് ഉപയോഗിച്ച തടഞ്ഞു വെച്ച കുറ്റം നിങ്ങൾ അള്ളാൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടിയിരുന്നു. മരിച്ചുപോയി, പൊരുത്തപ്പെടിക്കാനും കൂടി പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഒരാൾ മരണപ്പെടുന്നതോടുകൂടി വിഭജിച്ചാലും ശരി, വിഭജിച്ചില്ലെങ്കിലും ശരി, അത് അവകാശികളുടേതായി മാറി. രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യലും ആധാരം ആകലും പോക്കുവരെ കിട്ടലോ അതൊക്കെ വേറെ വിഷയമാണ്. അതൊക്കെ അതിൻ്റെ നിയമപരമായ പ്രൊസീജിയറുകൾ, നടപടിക്രമങ്ങളാണ്. അല്ലാതെ ശറഈയായി ഇസ്ലാമികമായി അത് അവരുടേതായി മാറി.
അതുകൊണ്ട് അതിൽ എന്ത് വൈകിപ്പിച്ചാൽ അവിടെ കുഴപ്പമിടുമെന്നറിയോ? ഇപ്പോൾ തറവാട്ടിൽ ചിലപ്പോൾ ഉള്ള ഒരാളേക്കും, മറ്റുള്ളൊക്കെ വേറെ താമസിക്കും. വാപ്പാൻ്റെ സ്വത്ത്, അവിടുത്തെ ആ സ്വത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആരുപയോഗിക്കുന്നു? കെട്ടിച്ച് പറഞ്ഞേച്ചാൽ മക്കൾക്ക് ചിലപ്പോൾ മകൾക്ക് പെങ്ങൾക്ക് ചിലപ്പം കിട്ടുന്നുണ്ടാവില്ല, വേറെ താമസിച്ചു പോയ മക്കൾക്ക് വിദൂരങ്ങളിലുള്ളവർക്ക് കിട്ടുന്നുണ്ടാവില്ല. ആരാണോ ഇത് കൈകാര്യം ചെയ്ത് അവരെന്നായിക്ക് ഉപയോഗിക്കുന്നുണ്ടാകുക. അതെങ്ങനെ അവർക്ക് അനുവദനീയാകുക? എല്ലാവരും സമ്മതിച്ചു എങ്കിൽ കുഴപ്പമില്ല, പരസ്പരം എല്ലാ അവകാശികളുടെയും തൃപ്തിയോടുകൂടിയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പലപ്പോഴും അവകാശം ഉണ്ട് എന്ന് പോലും അറിയില്ല, നേരത്തെ പറഞ്ഞ ഉമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ നല്ല ദീനീ നിഷ്ഠയുള്ള ആളുകൾ പോലും നമസ്കാരം, സക്കാത്ത്, നോമ്പ് തുടങ്ങിയ കാര്യങ്ങൾ, ഹജ്ജ് വരെ ചെയ്ത വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നു എന്ന് സ്വയം തോന്നുന്ന, മറ്റുള്ളവരുടെ വീക്ഷണത്തിലും നല്ല ദീനീ നിഷ്ഠയുണ്ട് തോന്നുന്ന ആളുകൾ പോലും ഈ വിഷയത്തിൽ പരാജയപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഗുരുതരമായ വിഷയമാണ്. വളരെ ഗൗരവത്തിൽ പണ്ഡിതന്മാരും പ്രഭാഷകരും വയത് പറയുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് അനന്തരാവകാശം വീതിക്കുന്നത് എത്രത്തോളം വൈകുന്നോ അത്രത്തോളം സങ്കീർണമാവും. അവകാശികൾ പലരും വീതം വെക്കുന്നതിന് മുമ്പ് മരിച്ചാൽ അത് വീണ്ടും കോംപ്ലിക്കേറ്റഡായി മാറും. ഇത് നീട്ടിവെക്കുക എന്നുള്ളതാണ് കുറ്റകരം. ആണ്, സംശയമില്ല. ഉടനെ അല്ല, നാട്ടിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ഉടനെ തന്നെ ചെയ്യുന്നതാണ് ഒരു മാനക്കേടായിട്ട് പറയാം. ആളുകൾ അങ്ങനെയാ പറയാ, നാടന്മാരങ്ങനെയാ പറയാ, ഓൽക്കിപ്പോൾ സ്വത്ത് വീതിക്കായിട്ട് തിരക്ക്, അയാൾ ഇന്നലാണ് മരിച്ചിട്ടാവുള്ളൂ. വളരെ ഗൗരവമുള്ള കാര്യമാണ് ഉസ്താദ് പറഞ്ഞത്. ഒരാളതിൻ്റെ ഇടയിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ അതോടുകൂടി ഇല്ലാതാവുകയാണ്. അപ്പം അതുപോലെ തന്നെ ഈ അനന്തരാവകാശത്തിൽ എനിക്ക് ശേഷം ഒരു വാപ്പ ആശങ്കിക്കാണ്, എനിക്ക് ശേഷം എൻ്റെ മക്കൾ ഈ അനന്തരാവകാശത്തിൻ്റെ കാര്യത്തിൽ പരസ്പരം പ്രശ്നമാവുമോ എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് മരണത്തിന് മുമ്പ് തന്നെ ഇത് അനന്തരാവകാശ മക്കൾക്ക് അതിൻ്റെ യഥാർത്ഥ രീതിയിൽ വീതം വെച്ച് കൊടുക്കാനുള്ള അനുവാദം ഉണ്ടോ? അനന്തരാവകാശം എന്ന് പറയുന്നത് തന്നെ മരണപ്പെട്ട ശേഷം പരേതൻ്റെ സ്വത്തിനാണ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അനന്തരാവകാശം വീതിക്കുക എന്ന ചോദ്യം തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം അനന്തരാവകാശം എന്ന് പറയുന്നത് തന്നെ മരണശേഷം പരേതൻ്റെ സ്വന്തം സ്വത്തിനെ പറ്റിയിട്ടാണ്. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നതിന് ഹിബ എന്നാണ് പറയുക, ഇഷ്ടദാനം എന്ന് പറയും. അവിടെ തമ്മിൽ ശ്രദ്ധിക്കേണ്ടത്, ഇഷ്ടദാനം എന്നത് മക്കൾക്കിടയിൽ വിവേചനമില്ലാതെ കൊടുക്കണം. എത്രത്തോളം പണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗവും പറയുന്നത് ആൺപെണ്ണ് വ്യത്യാസം പോലും പാടില്ല എന്നാണ്. എന്നുവെച്ചാൽ ഒരു വാപ്പ മകളെ കെട്ടിക്കുമ്പോൾ 100 പവൻ സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്കൊരാങ്ങളുണ്ടെങ്കിൽ ആ 100 പവന് തുല്യമായത് ആങ്ങളക്കും വാപ്പ കൊടുക്കണം. ഒരു മകന് വീടെടുക്കാൻ വേണ്ടി 10 സെൻറ്റ് സ്ഥലം വാപ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ മക്കൾക്ക് അവർക്കും കൊടുക്കണം 10 സെൻറ്റ്. അത് ജീവിതകാലത്ത് അത് സാധാരണ അങ്ങനെ സംഭവിക്കലില്ലാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാവാൻ വേണ്ടിയിട്ട്. അത് ജീവിതകാലത്ത് ഇപ്പൊ ഒരു വാപ്പ ഒരു മകന് സ്കൂളിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപ കൊടുത്തു, ബാക്കിയുള്ള മക്കൾക്കൊന്നും കൊടുത്തിട്ടില്ല. അതേപോലെ മകൾക്ക് എന്തെങ്കിലും ഒരു വീട് വെക്കാൻ സഹായിച്ചിട്ടുണ്ടാവും. ആ സഹായിച്ച സംഖ്യയൊക്കെ ഇപ്പോൾ അനന്തരാവകാശം വീതം വെക്കുമ്പോൾ പരിഗണിക്കൂല. ഇല്ല, ഒട്ടും പരിഗണിക്കൂല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മോക്ക് വിവാഹം ചെയ്യുമ്പോൾ 100 പവൻ വാപ്പ കൊടുത്തെന്ന് വിചാരിക്കുക. വാപ്പ മരിച്ചാൽ ആങ്ങൾക്ക് കിട്ടണതിൻ്റെ പകുതി ഈ 100 പവൻ്റെ പുറമെ ഓക്ക് കിട്ടും. ഓക്ക് അവകാശമുണ്ട്, ഓൾ വേണ്ടാന്ന് പറഞ്ഞാൽ അതോളം ഔദാര്യം മാത്രമാണ്. അതേപോലെ ജീവിതകാലത്ത് ഒരു മകന് വീടുണ്ടാക്കാൻ വേണ്ടി വാപ്പ 10 സെൻറ്റ് കൊടുത്തെന്ന് വിചാരിച്ചോ, വാപ്പാൻ്റെ മരണശേഷം ഈ കിട്ടിയ മകനും കിട്ടാത്ത മകനും തുല്യമായിട്ടായിരിക്കും വാപ്പാൻ്റെ അനന്തര സ്വത്ത് വീതിക്കുക. നിയമം അങ്ങനെയാണ്. ഈ മകൻ വിട്ടുകൊടുത്താൽ അത് അവൻ്റെ ഔദാര്യം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ ഗൗരവമുള്ള താക്കീതാണുള്ളത്. അത് ഉണ്ടാകാൻ ആ താക്കീത് വരുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരു ഭാര്യ മരിച്ച ശേഷം വേറൊരു ഭാര്യയെ വിവാഹം ചെയ്തു. അദ്ദേഹത്തിന് ആ ഭാര്യയിലുണ്ടായ മകനാണ് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു. ചെറിയ കുട്ടിയായിരുന്നുകൊണ്ട് രണ്ടാം ഭാര്യ മോനൊന്നും കിട്ടാൻ സാധ്യതയില്ല, നിങ്ങൾ മോനെന്തെങ്കിലും കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം അതിങ്ങനെ കൊടുക്കാം എന്നിങ്ങനെ പറഞ്ഞു. ആദ്യം ഒന്ന് കൊടുത്ത് പിന്നെ ഒരു അടിമയെ കൊടുക്കാമെന്ന് പറഞ്ഞു, അത് കൊടുത്തില്ല. പിന്നെ തോട്ടാണെന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും ആദ്യത്തേത് അങ്ങനെ പോയപ്പോൾ രണ്ടാമട്ടം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഇനി നിങ്ങളെ ഞാൻ വിടൂല എന്ന് ഭാര്യ പിന്നാലെ കൂടി. അപ്പോൾ പറഞ്ഞു, ഞാൻ കൊടുത്തോളാം. എന്താ കൊടുക്കുക? ഞാനിങ്ങനെ ഒരു തോട്ടം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു അടിമയെ കൊടുക്കാം. അപ്പോൾ ഈ ഭാര്യ വളരെ സമർത്ഥയാണ്. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ പോരാ, ഇതിന് അള്ളാൻ്റെ റസൂലിനെ സാക്ഷി നിർത്തണം, എന്നാലേ ഞാൻ അംഗീകരിക്കുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുക,
അകുല്ല വലദക അഅതൈത മിസ്ല ഹാദാ, നീ നിൻ്റെ എല്ലാ മക്കൾക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ? ഖാലല, ഇല്ല. അവന് വിശ്വാസം, ഇദൻ ലാ തുശ്ഹിദിനി അലാ ജൂർ ഇശ്ഹദു അലൈഹി ഗൈരി, എന്നാൽ അതിന് വേറെ ആളെ നോക്കിക്കോ, ഈ അനീതിക്ക് സാക്ഷി നിൽക്കാൻ എന്നെ കിട്ടൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅദിലു ബൈന ഔലാദിക്കും ഹൽ യസുറുക അൻ യകൂനു ലക ഫിൽ ബിർരി സവാ, നിന്നോടുള്ള കടപ്പാടിൽ മക്കളെല്ലാവരും ഒരേമാതിരി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നീ അങ്ങോട്ടും അങ്ങനെ ചെയ്തോ. അതുകൊണ്ട് ജീവിതകാലത്ത് വാപ്പ മക്കൾക്ക് വീതം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് ഇഷ്ടദാനം എന്നാണ് പറയുക. അവിടെ വിവേചനം പാടില്ല. എന്നാൽ ബാക്കിയുള്ള മക്കളൊക്കെ പറഞ്ഞു നിൽക്കുക, വാപ്പ ഞങ്ങൾക്കൊക്കെ നല്ല നിലക്ക് ജോലിയുണ്ട്, വരുമാനമുണ്ട്, ഓന് കഷ്ടപ്പെട്ടല്ലേ, ഓന് നിങ്ങൾ കൊടുത്തോളി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. എല്ലാവരുടെയും സമവായത്തിലൂടെയും എല്ലാവരുടെയും തൃപ്തിയിലൂടെയും അങ്ങനെ ഏറ്റക്കുറച്ചിലാകുന്നതിന് കുറ്റക്കാരനല്ല വാപ്പ. ആണെങ്കിലാണ് പ്രയാസം. ഇത് എവിടെ പരിഗണിക്കൂല? ഈ കൊടുത്തത് അനന്തരാവകാശത്തിൽ പിന്നീടത് പരിഗണിക്കുകയും ഇല്ല. പിന്നെ വിൽപത്രം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ചില ആളുകൾ ഇങ്ങനെ എഴുതി വെക്കും, മരണം വരെ എൻ്റേതായിരിക്കും, എൻ്റെ മരണശേഷം എന്നാക്ക്. ഇതിനൊന്നും ഇസ്ലാമിൽ ഒരു വിലയില്ല, ഇന്ത്യയിലെ പേഴ്സണൽ ലോയിലും ഒരു വിലയില്ല. കാരണം അനന്തരാവകാശികൾക്ക് വസിയത്ത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ലാ വസിയത്ത് ലി വാരിസിൻ, അനന്തരാവകാശികൾക്ക് വസിയത്ത് ഇല്ല, പാടില്ല. അത് ഇജ്മാഉള്ള കാര്യമാണ്. അപ്പം ഈ സ്വത്തിൽ നിന്ന് ചില മക്കൾക്കൊക്കെ വസിയത്ത് ചെയ്ത് കൊടുക്കല്ലേ, അത് പറ്റൂല. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞിക്കാം, തറവാട് ചെറിയ മോനാണ് കേട്ടോ എന്ന് വാപ്പ എഴുതി വെച്ച് നിൽക്കുക, ഒരു കിട്ടൂല, ഷറയായിട്ട് കിട്ടൂല. എന്നാൽ ബാക്കി ഏട്ടന്മാരൊക്കെ പറഞ്ഞാൽ അത് ഇനി പോനല്ലേ വാപ്പാനെ നോക്കിയത്, വാപ്പ അവിടെ തന്നെയല്ലേ മരിച്ചത്, അത് ഓൻ എടുത്തോട്ടെ എന്നെല്ലാവരും തീരുമാനിച്ചാൽ ഓക്കെ. അവകാശമല്ല, ഔദാര്യമാണ്. അപ്പോൾ അതുപോലെ ഒരു പിതാവ് മക്കൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, വിവാഹ സമയത്ത് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിപ്പോൾ അവർക്ക് ആവശ്യമുള്ളൊരു സമയമായിരിക്കും, ആ മകൾക്ക് ആവശ്യമുള്ളൊരു സമയമായിരിക്കും. പക്ഷെ മക്കൾക്ക്, മറ്റുള്ള ആൺമക്കൾക്കൊന്നും ഇപ്പോൾ ആ സമയത്ത് ഇങ്ങനൊരു സമ്പത്ത് ആവശ്യമുണ്ടാവുകയില്ല. അപ്പോൾ അത് വാപ്പ ആ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി കൊടുത്തതായിരിക്കുമല്ലോ. അതിൻ്റെ അത് ആവശ്യം നിർവഹിക്കാൻ വേണ്ടി കൊടുക്കുന്നത് വേറെ, അല്ലാതെ പ്രത്യേകമായി കൊടുക്കുന്നത് വേറെ. ഇപ്പോൾ മോളെ കെട്ടിക്കുമ്പോൾ 100 ഭാഗം കൊടുക്കുക എന്നുള്ളത് ആവശ്യം നിർവഹിക്കാൻ കൊടുക്കുന്നതല്ല. അതേസമയം മോളെ കെട്ടിക്കുമ്പോൾ കല്യാണ സദ്യ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആവശ്യം തന്നെയാണ്. അതിപ്പോൾ മോൻ കല്യാണം കഴിക്കുമ്പോൾ വാപ്പ ചെയ്യുന്നുണ്ടാവും. അത് അങ്ങനെ അതിലല്ല ഈ പറഞ്ഞത്, പ്രത്യേകമായി കൊടുക്കുക. നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണത്. ഇനി ഒരു മോളെ കെട്ടിച്ചപ്പോൾ ഓക്ക് മരുമകന് ഓക്കും ഒരു പിന്നെ ഗുണമായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് വീടെടുക്കാൻ സ്ഥലം കൊടുത്ത്, അതൊക്കെ പ്രത്യേകം കൊടുക്കണതാണ്. അതുപോലെ വേറൊരു ചോദ്യം, ആനിക്കോ അങ്ങനെ കൊടുക്കാം, സവിശേഷത കൽപ്പിക്കാം, സമവായം ഉണ്ടെങ്കിൽ. എല്ലാവരെയും സമ്മതമാണ്, അത് പ്രശ്നമല്ല, അത് നിങ്ങൾ കൊടുത്തോളി എന്ന് പറഞ്ഞാൽ ഓക്കെ. വേറൊരു കാര്യം, ചിലപ്പോൾ വാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മകൻ മരണപ്പെടും. ഈ മകന് ചെറിയ കുട്ടികളാണ് ഉണ്ടാവുക. ആ കുട്ടികളെ ഈ വാപ്പയായിരിക്കും നോക്കിയിരുന്നത്, അതായത് ഇയാളുടെ ഉപ്പയായിരിക്കും, വല്യപ്പയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വാപ്പയും മരണപ്പെട്ടു, ഈ കുട്ടികളെ വല്യപ്പയും മരണപ്പെട്ടു. അപ്പോൾ ഈ കുട്ടികൾ വളരെ പ്രയാസത്തിലായിരിക്കും ഉണ്ടാവുക പിന്നീട്. അപ്പോൾ അനാഥ കുട്ടികളായിരിക്കും. അപ്പോൾ അവർക്ക് ഈ വല്യപ്പയുടെ അനന്തരാവകാശത്തിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കാനുള്ള എന്തെങ്കിലും ഇതിലുണ്ടോ? ഇത് വളരെ സാമൂഹ്യ പ്രശ്നമാണ്. ഇസ്ലാമിക ശരീഅത്തും ഇസ്ലാമൊക്കെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും വിമർശകർക്ക് ശരവ്യയമാക്കാനൊക്കെ കാരണമായ ഒരു പോയിൻ്റാണത്. എന്ന് വെച്ചാൽ ഉദാഹരണം പറയാം, ഞാനിപ്പോൾ മരിച്ചാൽ, എൻ്റെ അപ്പ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ മരിച്ചു, എനിക്ക് 4 മക്കളുണ്ട്. അപ്പോൾ കുറേ കാലം ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ഇപ്പോൾ എൻ്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ ഉപ്പാൻ്റെ ഈ കാലശേഷം എൻ്റെ വാപ്പാൻ്റെ സ്വത്തിൽ നിന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ ജീവിച്ചിരിപ്പില്ല, എൻ്റെ അനുജന്മാരും അനുജത്തികളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, അവർക്കേ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മക്കൾക്കത് കിട്ടുമെന്നാണ് ചോദ്യം. എൻ്റെ മക്കൾക്ക് കിട്ടൂല, എൻ്റെ മക്കൾ അനന്തരാവകാശികളല്ല. അത് ഓരോടുള്ള വെറുപ്പുകൊണ്ടോ ഓരോട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ അല്ല. അടുത്ത ബന്ധുക്കൾ ഉണ്ടാകുമ്പോൾ അകന്ന ബന്ധുക്കൾക്ക് അവകാശമില്ല എന്നതാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിൻ്റെ കാതലായ ഒരു പോയിൻ്റ്, അടിസ്ഥാന തത്വം. എങ്ങനെ? അടുത്ത ബന്ധുക്കൾ ഉണ്ടാകുമ്പോൾ അകന്ന ബന്ധുക്കൾക്ക് അവകാശമില്ല. ഉദാഹരണം പറയാം, ഞാനും നിങ്ങളും ജ്യേഷ്ഠനും ഞാൻ വിചാരിക്കാം, നിങ്ങൾക്ക്
2 മക്കളുണ്ട്, എനിക്കും 2 മക്കളുണ്ട്. ഞാൻ മരിച്ചുപോയി, എൻ്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ വാപ്പാൻ്റെ കാലശേഷം എൻ്റെ മക്കൾക്ക് സ്വത്തിൽ അർഹത ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ കൊണ്ടാണല്ലോ. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ മക്കൾക്ക് കിട്ടാതാകാൻ പാടില്ലല്ലോ. ചിലപ്പോൾ നിങ്ങളായിരിക്കും കൂടുതൽ കഷ്ടപ്പെട്ട ആൾ, അങ്ങനെ ഉണ്ടാവാമല്ലോ. ഞാൻ അൽഹംദുലില്ലാഹ് നല്ല അവസ്ഥയിലാണെങ്കിൽ എൻ്റെ സ്വത്ത് എൻ്റെ മക്കൾക്ക് അധികവും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് വസിയത്തിൻ്റെ പ്രസക്തി. ഇങ്ങനെയുള്ള വല്യുപ്പാർ എന്ത് ചെയ്യണമെന്നറിയോ? ഇങ്ങനെയുള്ള വല്യുപ്പാർ ഈ അനാഥ മക്കളുടെ കാര്യത്തിൽ വസിയത്ത് ചെയ്യണം. ഓൾക്കൊന്നും കിട്ടൂല എന്ന് ഉറപ്പാണ്, അനന്തരാവകാശം കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ അനന്തരാവകാശമായി ബന്ധപ്പെട്ട് കാര്യം വിധി പറയുന്നതിന് മുമ്പ് അനാഥകളുടെ കാര്യമാണ് പറഞ്ഞത്. വൈദാ ഹദറൽ ഖിസ്മത്ത ഉലുൽ ഖുർബാ വൽ യതാമ. അനാഥകളെ അപ്പം മനസ്സിൽ ഓർക്കാൻ വേണ്ടിയിട്ട് അനന്തരാവകാശ നിയമം പറയുന്നതിൻ്റെ മുമ്പ് അനാഥ മക്കളുടെ കാര്യം പറഞ്ഞു. അതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പിതാക്കൾ, ഇങ്ങനെയുള്ള വല്യുപ്പമാർ ഈ അനാഥ മക്കൾ, പേരക്കുട്ടികളായ അവരെ മറന്നു പോകരുത്. വല്യുപ്പാർ പ്രത്യേകിച്ച് സ്വത്തൊക്കെ ഉള്ളവരും ആ മക്കൾ പ്രയാസപ്പെടുന്നവരുമാണെങ്കിൽ ഒന്നുകിൽ വല്യുപ്പ ഈ മക്കൾക്ക് ജീവിതകാലത്ത് ഓൾറെഡി കൊടുക്കണം. അങ്ങനെ ചെയ്യാറുണ്ട്, പല വീടുണ്ടായി കൊടുക്കും, പഠിപ്പിക്കും, ഇതൊക്കെ വല്യുപ്പാർ ചെയ്യും. എന്നാലും കൂടുതൽ കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വസിയത്ത് കൂടി ആ മക്കൾക്ക് എഴുതി മുദ്രക്കടലാസിൽ എഴുതി സാക്ഷികളെ കൊണ്ട് സാക്ഷി വെച്ച് ചെയ്തു കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സംശയം അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുള്ളത്, ഒരാൾക്ക് ഇപ്പോൾ 2 ഭാര്യമാരുണ്ട്. അപ്പോൾ ഈ 2 ഭാര്യമാർക്ക് എങ്ങനെയാണ് വീതം വെച്ച് കൊടുക്കുക? ഈ ഭാര്യ എന്നുള്ളത് ഒറ്റ ഓഹരിയായിട്ടാണ്. 8-1 വീതിച്ചിട്ട് 2 ഭാര്യമാർ കൊടുക്കും. 8-1 വീതിച്ചിട്ടാണ് 2 ആളുകൾക്ക് കൊടുക്കുന്നത്. അതുപോലെ ഇപ്പം അനന്തരാവകാശ വാപ്പ വിദേശത്ത് പോയി, ഒരു വാപ്പ വിദേശത്ത് പോയിട്ട് കുറേ കാലമായി, അത് ഒരു വിവരവുമില്ല, മരണപ്പെട്ടിട്ടുണ്ടോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊരു വിവരവുമില്ല. ഇവരെ ഒരുപാട് പ്രയാസത്തിലുമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇയാളുടെ സ്വത്ത് അനന്തരാവകാശികൾക്ക് വീതം വെച്ച് കൊടുക്കാം. മരണം ഉറപ്പാവണം. മരണം ഉറപ്പാവാതെ അനന്തരാവകാശം ഉണ്ട്. അദ്ദേഹം തിരിച്ചു വന്നാലോ? പിന്നെ പണ്ഡിതന്മാർ പറയുന്നത് ശരാശരി അദ്ദേഹം ജീവിക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ, ആ പ്രായം വരെ കാത്തിരിക്കുക എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അതിൻ്റെ മുമ്പ് വീതം വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ഒരാളെ സ്വത്ത് വീതം വെക്കണ മാതിരിയാവും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് അതെ അതെ അതെ. അതുപോലെ തന്നെ ഒരു സഹോദരി മരണപ്പെട്ടു, അവൾക്ക് മക്കളില്ല. അപ്പം പിന്നെ അവളുടെ അനന്തരാവകാശം, അവരുടെ സ്വത്ത് എങ്ങനെയാണ് വീതം വെക്കുന്നത്? അതായത് ഒരാൾ മരണപ്പെട്ടു, മക്കളില്ലെങ്കിൽ പിന്നെ അയാളോട് ഏറ്റവും അടുത്ത ആരാ? അയാൾക്ക് വാപ്പ ഉണ്ടെങ്കിൽ വാപ്പ ഉണ്ടാവും, സഹോദരന്മാരുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാവും. സഹോദരന്മാർക്ക്. അതെ. അതുപോലെ ഈ എപ്പോഴും അനന്തരാവകാശവുമായി ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പറയാറുള്ളൊരു കാര്യമാണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പകുതി മാത്രമാണല്ലോ കൊടുക്കുന്നത് എന്നുള്ളത്. പകുതിയാണല്ലോ കൊടുക്കുന്നത് പുരുഷന്മാർക്ക്. ഈ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ വാപ്പ കഴിഞ്ഞിട്ടാട്ടോ നേരത്തെ പറഞ്ഞതിൻ്റെ. വാപ്പ കഴിഞ്ഞിട്ടാണ് സഹോദരന്മാർ പരിഗണന, കാരണം വാപ്പയാണ് അടുത്തത്. അപ്പോൾ ഞാൻ രണ്ടാമത് ചോദിച്ച മറ്റൊരു ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇസ്ലാമിൻ്റെ വിമർശകർ വാപ്പ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവില്ല എന്നർത്ഥം. മകനുണ്ടെങ്കിലും ആർക്കുണ്ടാവില്ല, സഹോദരന്മാർക്ക് ഉണ്ടാവില്ല. വാപ്പയോ മകനോ ഇല്ലെങ്കിൽ മാത്രമാണ് സഹോദരന്മാർക്ക്. അപ്പോൾ അതേപോലെ ഇപ്പോൾ പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാന്ന് വിചാരിച്ചു. അതുപോലെ ഞാൻ വീണ്ടും ചോദിച്ചൊരു ചോദ്യം, എപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പലപ്പോഴായിട്ട് പറയാറുള്ളൊരു കാര്യമാണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അനന്തരാവകാശത്തിൽ പകുതിയാണല്ലോ നൽകുന്നത്, പുരുഷന്മാരുടെ പകുതിയാണല്ലോ കൊടുക്കുന്നത്. ഇത് കടുത്ത അനീതിയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഒന്ന്, ഈ പറഞ്ഞത് പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല, ഭാഗികമായ അർത്ഥത്തിലാണ് ശരി. പ്രധാനമായിട്ട് ഒരാൾ, ഞാൻ മരിച്ചു, എനിക്ക് വാപ്പയുണ്ട് ഉമ്മയുണ്ട്, എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും 2 ആൾക്കും 1/6 6/1 കിട്ടുക. ഖുർആൻ തന്നെ പറഞ്ഞാൽ വലിയ അബവൈഹി ലിക്കുല്ലി വാഹിദിൻ മിൻഹുമസ്സുദുസു ഇൻകാന ലഹു വലദ്. എനിക്ക് മക്കളുണ്ടെങ്കിൽ ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തിൽ 6/1 എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും തുല്യമായിട്ടാണ്. അവിടെ നോക്ക്, ഞാൻ മരിച്ചാൽ വല്യുപ്പയായ എൻ്റെ ഉപ്പയാണ് എൻ്റെ മക്കളെയും ഒക്കെ നോക്കുക. സാധാരണ അങ്ങനെയാണല്ലോ ഉണ്ടാവാറ്.
എന്നാൽ വല്യമ്മക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേനും. എന്നാലോ വല്യപ്പാക്കും വല്യമ്മക്കും, അഥവാ എൻ്റെ വാപ്പാക്കും എൻ്റെ ഉമ്മാക്കും, എൻ്റെ മക്കൾ ചിന്തിക്കുകയാണെങ്കിൽ ഓലെ വല്യപ്പാക്കും വല്യമ്മക്കും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ മരിച്ചാൽ 6/1. അവിടെ ആൺ പെണ്ണ് വ്യത്യാസം അവിടെ അല്ല. വ്യത്യാസമുള്ളത് എവിടെ? ഞാൻ മരിച്ചാൽ എനിക്കൊരു മകനും ഒരു മകളേ ഉള്ളൂ. 3 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 2 ലക്ഷം മകനും 1 ലക്ഷം മകൾക്കും. ഇനി നമ്മളിങ്ങനെ നോക്കുക, അപ്പോൾ 2 ലക്ഷം മകനുണ്ടല്ലോ, ഓനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഓന് മഹർ വാങ്ങണം, ഒരു 50,000 ഉറുപ്പ്യ കൂട്ടുക, കല്യാണം നടത്തണം, അതിനൊരു 50,000. അപ്പോൾ ഓൻ്റെ കയ്യിൽ ഇപ്പോൾ എത്രയായി? 1 ലക്ഷമായി. മകളെ കല്യാണം വന്ന് ഓക്ക് 50,000 മഹർ ഇങ്ങോട്ട് കിട്ടി. അപ്പോൾ ഓളെ കയ്യിൽ എത്രയായി? 1.5 ലക്ഷമായി. ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെയാണ് അവസ്ഥ. അവൾക്ക് ഒരു ചെലവുമില്ല. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഒരു സ്ത്രീക്ക് ചെലവ് നടത്തൽ നിർബന്ധമായ മേഖല ഇല്ല. അവൾ മകളായിരിക്കുമ്പോൾ വാപ്പാൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ചെലവ്. അവൾ ഭാര്യയായിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ സംരക്ഷണയിലും ചെലവിലുമാണ്. ഉമ്മയായിരിക്കുമ്പോൾ മക്കളുടെ സംരക്ഷണയിലും ചെലവിലാണ്. ഇത് നിർബന്ധമാണ്. എന്നുവെച്ചാൽ ഇതിൽ വീഴ്ച വരുത്തിയാൽ അവർ കുറ്റക്കാരാവും. അപ്പോൾ അതുകൊണ്ട് സ്ത്രീക്ക് ഈ കിട്ടുന്നത് തന്നെ എന്താണ്? അവൾക്ക് സ്വന്തം നിലക്ക് അവളുടെ സ്വത്ത് ഭർത്താവിന് ചോദിക്കാതെ എടുക്കാൻ പറ്റില്ല. എന്നാൽ ഭർത്താവിൻ്റെ സ്വത്തിൽ അവൾക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അനുവാദമില്ലാതെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് പാലിക്കപ്പെടുന്ന കുടുംബങ്ങളിൽ അല്ലെങ്കിൽ അത്തരം സമൂഹങ്ങളിൽ സ്ത്രീക്ക് കുറഞ്ഞു പോയി എന്ന പരാതിയേ ഉണ്ടാവില്ല, അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല. കാരണം അക്ക് കിട്ടി തന്നെ അധികമായിട്ടാണ് ഉണ്ടാവുക. ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇനി ഒരു കൂട്ടർ ഇസ്ലാമിക നിയമമൊന്നും പാലിക്കുന്നില്ല എന്ന് വെക്കുക, അതതിൻ്റെ കുറ്റം അവർക്കുണ്ടാവും. ഇസ്ലാമിക നിയമങ്ങളുടെയൊക്കെ പ്രത്യേകത അത് കേവലം ദുനിയാവിൽ നിന്ന് തന്നെ തീർക്കുന്ന ഇതല്ല. അതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതം, അതിൻ്റെയൊക്കെ അനുരണനം, അതിൻ്റെ സൽഫലവും ദുഷ്ഫലവും കണക്ക് തീർക്കപ്പെടുന്ന ഒരു ലോകം പരലോകം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ കണക്കൊക്കെ ബോധിപ്പിക്കേണ്ടി വരും. ആ ബോധം ഈമാനികമായ, വിശ്വാസപരമായ, ആദർശപരമായ ഭദ്രതയുള്ള ഒരു സമൂഹത്തിലെ ഇസ്ലാമിക നിയമത്തിൻ്റെയും സൽഫലങ്ങൾ കാണുള്ളൂ. അതിൽ വീഴ്ച വരുത്തുന്നവർ അതിൻ്റെ സ്വാഭാവികമായ ദുരന്തഫലം ഉണ്ടാവും. അങ്ങനെ അനീതി ചെയ്തവർ രക്ഷപ്പെടാൻ പോകുന്നും ഇല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ അനന്തരാവകാശം എന്നുള്ള വിഷയം വിശാലമായൊരു വിഷയമാണ്. അതിൽ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങളുടെ ഈ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതും ചേർത്തുകൊണ്ട് ഈ എപ്പിസോഡ് നമുക്ക് പിന്നീട് അതിൻ്റെ പൂർത്തീകരണത്തിലെത്തിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.